മാഡം മാഷേ, ഈ ഇടയ്ക്കല്ലേ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്? അവിടെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അവിടെ ചെന്നപ്പോ അവിടത്തെ 2 ഗേറ്റിലും ഇയാളെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. കേട്ടല്ലോ, അവിടത്തെ 2 മെയിൻ ഗേറ്റിലും ഈ എന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അവിടെ എന്താ എഴുതി വെച്ചെന്നറിയാമോ? ഈ ഫോട്ടോയെ കാണുന്ന കല നശിപ്പിക്കുന്നവനെ ഇവിടെ പ്രവേശനം ഇല്ലെന്ന്. ഞാനും ആ സ്റ്റേജിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എച്ചിന് തിന്നാൻ വരെ പട്ടിയെ വരെ കയറ്റിയല്ലോടാ, എന്നിട്ട് നിന്നെ കയറ്റില്ല. അത് മാത്രമാണോ? ഞങ്ങളുടെ നാട്ടില് കേരളോത്സവം നടക്കാറുണ്ട്. അപ്പൊ അവിടത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഡേറ്റ് എടുക്കുന്നത്. അത് പിന്നെ കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടായിരിക്കും. അയ്യേ, അത് കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടൊന്നും അല്ല. ഇങ്ങനെ എന്ന് നാട്ടിലില്ലയോ അന്ന് നോക്കി വേണം അവർക്ക് പരിപാടി നടത്താൻ. അവിടെ ചെന്ന് ഭയങ്കര തുള്ളലാണ്. എവിടെയെങ്കിലും ഒരു 4 ട്യൂബിന്റെ വെട്ടം കണ്ടാൽ ചെന്ന് പറന്നങ്ങ് പോ. പറന്നു ഞാൻ എന്തുവാടി ഈയലോ? ഓ, നിന്റെ നർത്തവോ കൊള്ളത്തില്ല. ഇത്തിരി ഫ്രഷ് എന്തൊരു ചെയ്യാനെന്ന് പറയണ്ടോ? തോൽവിയാണ് വിജയത്തിന്റെ മുന്നോടി, അറിയാവോ? 18 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. തോൽവിയാണ് ജയത്തിനോടുള്ള മുന്നോടി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടണം അല്ലാതെ വേറൊരു മുന്നോടി ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡാൻസ് ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ, ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണല്ലോ. അതെ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് അതിനെ ആക്ഷേപിക്കുന്നത്? ഡയലോഗ് ഓർമ്മിപ്പിച്ചാണെന്ന് മനസ്സിലായി. ഇയാൾക്ക് എന്നെക്കാളും എഡ്യൂക്കേഷൻ ഉണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇയാൾക്ക് മര്യാദക്ക് ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയിട്ട് ടെസ്റ്റ് പാസ് എഴുതി കൂടെ? അല്ല, ഇങ്ങനെ എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ്സിലാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഇരിക്കണം. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചോളൂ. അപ്പൊ ഇങ്ങനെ 8ാം ക്ലാസ് വരെ പഠിച്ചില്ല. രണ്ടും കൊള്ളാം. ബാക്കി പറ. ഞാൻ കുറെ നേരം കൊണ്ട് ബാക്കി അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും മാഷെ, ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ ഇയാൾ ഡാൻസ് കളിക്കുവോ? അവളെ ഡാൻസ് ഒക്കെ കളിക്കും, ഞാനാണ് വിടാത്തത്. അവള് പിള്ളേരൊക്കെ നോയിക്കൊണ്ടിരിക്കും. നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. അങ്ങനെയാണ് കണ്ണോ? പാട്ടിടറാ. നിശയുടെ മടിയിലെ അഴകി വളം ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ഇവിടെ വിധികർത്താവായിട്ടാണ് വിളിച്ചത്. അതെ. അപ്പൊ ഞാൻ അതിന്റെ വിധി പറയാം. ഈ ഡാൻസിന്റെ നിനക്ക് എത്ര സ്റ്റുഡൻസ് എന്നാ പറഞ്ഞു? എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. നാളെ മുതൽ ആ 20 സ്റ്റുഡൻസിനെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് നിന്റെ വെണ്ണമുള്ളയായിരിക്കും. എടാ, നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള കലാകാരിമാരെ വീട്ടിലെ അടുക്കളയിൽ ഇട്ടേക്കുന്നത്. ഇനി നാളെ മുതൽ ഇവൾ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, അപ്പൊ ഞാനാ അരങ്ങിൽ നിന്ന് അടുക്കളയിലോട്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.